നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫ്ലമിംഗോയെ പോലുള്ളൊരു ടീമിനെ പോരാടി തോൽപ്പിച്ച സാന്റോസ് മിറാസോളിനോട് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പൊട്ടി. കളി കഴിഞ്ഞിട്ട് സൂപ്പർ താരം നെയ്മർ ജൂനിയറോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറയും, മറുപടി പറയുന്നു, ഹോണസ്റ്റ്ലി ഞാൻ പറയട്ടെ, എല്ലാം പിഴച്ചു. എല്ലാം പിഴച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ കളിയിൽ ഞങ്ങൾ നടത്തിയ പ്രകടനത്തിൻ്റെ പകുതി പോലും ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കളിക്ക് ശേഷം നെയ്മർ പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ്. നെയ്മർ പറയുന്നു, ഹോണസ്റ്റ്ലി ഞങ്ങൾ എല്ലാം മിസ് ചെയ്യുകയായിരുന്നു, എല്ലാം പിഴച്ചു. അതുകൊണ്ടാണ് ഈ മത്സരം 3-0 എന്ന രൂപത്തിൽ അവർക്ക് അനുകൂലമായിട്ട് അവസാനിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങൾ കാണിച്ച പെർഫോമൻസിൻ്റെ ഒരു ഹാഫ് പോലും, പകുതി പോലും ഞങ്ങൾക്കിവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് തന്നെയാണ് വലിയ പ്രശ്നമായത്. ഞങ്ങൾ ബാക്ക് ഫുട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. മിറാസോൾ ഫ്രം ദി സ്റ്റാർട്ട് അവരായിരുന്നു കളിയിലെ സുപ്പീരിയേഴ്സ്. അതിപ്പം ചാൻസുകൾ ഉണ്ടാക്കുന്നതിലാണെങ്കിലും ബിൽഡിങ് ചെയ്യുന്നതിലാണെങ്കിലും ഒക്കെ അവരങ്ങനെയാണ് കളിച്ചത്. അവർ എല്ലാ ആസ്പെക്റ്റിലും മത്സരത്തിൽ ഡൊമിനേറ്റ് ചെയ്യുകയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി തല ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം, മിസ്റ്റേക്കുകൾ സമ്മതിക്കണം, എന്നിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്യണം. ഈ പ്രശ്നങ്ങൾ അടുത്ത മത്സരത്തിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ആ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആ ഫോക്കസ് നഷ്ടമായി. ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഒരു സ്ട്രോങ് ടീമിനെയാണ് നേരിടാൻ പോകുന്നത്. പക്ഷേ ഞങ്ങളുടെ സ്റ്റൈൽ ഓഫ് പ്ലേ ഞങ്ങൾക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് മിസ്റ്റേക്കുകൾ ഞങ്ങൾ വരുത്തി, അവർക്ക് ഒരുപാട് സ്പേസ് കൊടുത്തു. അതിനുള്ള ശിക്ഷയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നു. ഏതായാലും വലിയ ഒരു തിരിച്ചുവരവ് അടുത്ത കളിയിൽ നടത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാരണം 15ാം സ്ഥാനത്താണ് ഇപ്പോൾ നെയ്മർ ജൂനിയറുടെ സംഘമുള്ളത്. അവർക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.